നമസ്കാരം. ശ്രീമാൻ വി ഡി സതീശൻ, കേരളത്തിൻ്റെ നിയുക്ത മുഖ്യമന്ത്രി, അദ്ദേഹമാണ് ആ സ്ഥാനത്തിന് ഏറ്റവും ചേർന്ന വ്യക്തി ഇന്ന് കേരളത്തിൽ ജീവിക്കുന്നത്. നിലപാടുകളുള്ള ഒരു വ്യക്തിത്വം. വളരെയധികം സന്തോഷം തോന്നി അദ്ദേഹത്തിനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ പദവിക്ക് വേണ്ടി തിരഞ്ഞെടുത്തപ്പോൾ. അദ്ദേഹം അന്ന് CLPയുടെ മീറ്റിംഗ് കഴിഞ്ഞ് ആദ്യമായിട്ട് പോയത് AK ആൻ്റണിയുടെ വീട്ടിലാണ്. അതിനുശേഷം അദ്ദേഹം ശ്രീമാൻ പിണറായി വിജയൻ, അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നു, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവ്. അവിടെ നിന്ന് അദ്ദേഹം വടക്കോട്ടുള്ള ഒരു പ്രയാണമായിരുന്നു. പോകുന്ന വഴിയിൽ അവിടെ ഇവിടെയൊക്കെ നേതാക്കന്മാരുടെ വീടുകളിൽ, രമേശ് ചെന്നിത്തലയുടെ വീട്, അവിടെ ഇവിടെയൊക്കെ കയറി അദ്ദേഹം ചെന്നെത്തുന്നത് പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ വീട്ടിലാണ്. അവർ തന്നെയാണ് അദ്ദേഹത്തിനെ നേതാവാക്കിയത്. അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. പാണക്കാട് സാദിഖ് അലി തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി തൊട്ട് എല്ലാവരും അവിടെയുണ്ട്. അവിടെ വെച്ച് അദ്ദേഹം പറയാണ്, നമ്മൾ പലപ്പോഴും ഇത് കോൺഗ്രസ്സുകാരുടെ ഇതിൽ നിന്നും കേട്ടിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ പറയാറില്ല. കോൺഗ്രസ്സുകാരിൽ നിന്നും പിന്നെ അങ്ങനെയുള്ള കുറച്ച് വ്യക്തികളിൽ നിന്നാണ് നമ്മളിത് കേട്ടിട്ടുള്ളത്. ലീഗ് ഇല്ലായിരുന്നെങ്കിൽ, വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടാണ് അവർ പറയുക, ലീഗ് ഇല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി. ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതെപ്പോഴും കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചെന്നിത്തല പറയും, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി, ആ സ്ഥാനത്ത് വരുന്നവരെല്ലാവരും ലീഗ് ഇല്ലായിരുന്നെങ്കിലെങ്കിലും എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്ന പോലെ പൊട്ടിത്തെറിച്ചേനെ എന്നൊക്കെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. എന്ത് പൊട്ടിത്തെറിക്കാനാണ് ഇവർ പറയുന്നത്? ലീഗ് ഇല്ലായിരുന്നെങ്കിൽ മുസ്ലിം വിഭാഗം പൊട്ടിച്ച് നശിപ്പിച്ചേനെ എന്നാണ് പറയണേ. ഞാൻ ഈ പറഞ്ഞ കോൺഗ്രസ്സുകാരോട് ഒരു കാര്യം ചോദിക്കട്ടെ. ലീഗ് ഇല്ലായിരുന്നെങ്കിൽ എന്ത് പൊട്ടിക്കും ഇവർ പൊട്ടിച്ച സ്ഥലങ്ങള് തലപ്പത്തങ്ങ് ഡൽഹിയിൽ ഒരുവൻ നല്ലൊരാണ് നിവർന്നങ്ങോട്ട് നിന്നപ്പം നിന്നില്ലേ? ഗുജറാത്ത്, കാശ്മീര്. ഗുജറാത്തില് 60 ആൾക്കാരെ ഒരു ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ കൂട്ടിയിട്ട് കത്തിച്ചവര്. ഒരു 2500 ഇങ്ങോട്ട് വരിന്ന് എടുത്തു. അത് കഴിഞ്ഞ് കാശ്മീര്, നമുക്കറിയാം, മൻമോഹൻ സിംഗ്, നരസിംഹറാവു, IK ഗുജറാളൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇവരപ്പെട്ട ഈ മിലിറ്ററി പോണ വാഹനങ്ങൾ കല്ലെടുത്തേറ് ചെയ്യാവുന്നതൊക്കെ, അതായത് പാകിസ്ഥാനേക്കാളും കൂടുതൽ ദ്രോഹം അവിടെ കുറെ ടീമുകൾ നിന്നിരുന്നു. അവരൊക്കെ ഇവിടെ പോയി, നമ്മളൊക്കെ ഈ ഫോട്ടോസ് കണ്ടിട്ടുള്ളതാണ്. അതായത് മിലിറ്ററി വാഹനങ്ങളിലേക്ക് കല്ലെടുത്തെറിയ. കാശ്മീർ ശാന്തമായോ? താടിയുള്ളപ്പനെ പേടിയുണ്ട്. ഞാൻ സതീശനെ കുറ്റമായിട്ട് പറയല്ല. സതീശൻ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്. അദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രി ആവേണ്ടത്. അദ്ദേഹത്തിന് അത് അവിടെ മുസ്ലിം ലീഗിനെ ഇത് ചെയ്യാതെ അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിന്ന് മുഖ്യമന്ത്രി ആവാൻ പറ്റില്ല. തന്നെയല്ല, എളുപ്പമല്ല. ഒരു മുഖ്യമന്ത്രി ആവുക എന്നുള്ളത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതിനുവേണ്ടി പണിയെടുത്തതാണ്. നമ്മളൊക്കെ ഓരോ ജോലികളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു 10, 20, 30, 40 കൊല്ലം ഒക്കെ ഒരു എഫേർട്ട് ഒരു ജോലിയിൽ ഇട്ട് കഴിഞ്ഞിട്ട് അതിനെ നമുക്ക് ഒരു നിമിഷം കൊണ്ട് അവസാനിപ്പിച്ച് പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ പാർട്ടി ചാടാ, അതൊന്നും നടക്കണ കേസല്ല. അപ്പൊ സതീശിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ്. പക്ഷെ അദ്ദേഹത്തിന് അടിമപ്പെട്ട് കൊടുക്കേ പറ്റുള്ളൂ. ഇതില് ഇപ്പൊ ചെന്നിത്തലയ്ക്കൊക്കെ പറ്റിയത് അവിടെ സുകുമാരനും നടേശന്റെ മേലെ കണ്ണുവെച്ചതുകൊണ്ടാണ്. ഇവിടെ കണ്ണുവെച്ചത് തുടങ്ങിയ ചെന്നിത്തല എന്ന് ഇതായിരുന്നെ. കാരണം അവര് വർഗീയവാദം പറഞ്ഞപ്പോ ആണ് സുകുമാരനും നടേശനൊക്കെ തന്ന ആള് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കഴിഞ്ഞിട്ട് മാറിയപ്പോഴാണ് അവർക്ക് പ്രശ്നം വന്നത്. അപ്പൊ ഈ പറയുന്ന കോൺഗ്രസ്സുകാര് ലീഗ് ഇല്ലായിരുന്നുവെങ്കിൽ, അതായത് ഇവർ പറയുന്നത് ബാബറി മസ്ജിദ് പൊളിച്ച സമയത്ത് ലീഗ് ഇല്ലായിരുന്നെങ്കിൽ അവർ പൊട്ടിക്കുന്നു പറയണേ. അതല്ലെങ്കിൽ ഇവിടെ നമ്മുടെ മുനമ്പം വിഷയം പറഞ്ഞു അദ്ദേഹം, മുനമ്പത്ത് എന്തായേനെ എന്നാ ചോദിക്കണേ. ഇതിനൊക്കെ മറുപടിയുണ്ട്. പള്ളുരുത്തി ആ കന്യാസ്ത്രീന്റെ മേലെ വന്നിട്ട് അവിടെ തട്ടറിനതിനെ പറ്റി ഒരു വിഷയം ഉണ്ടായി. ഇതൊക്കെ മറുപടി ഉണ്ട്. മറുപടി അങ്ങ് ഡൽഹിയിൽ നിന്ന് വന്നിട്ട് പിണറായി വിജയൻ ഭരിക്കുമ്പോൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനും കൊടുത്തിട്ടുണ്ട്, SDP കൊടുത്തിട്ടുണ്ട്. അനങ്ങില്ല. താടിയുള്ളപ്പനെ പേടിയുണ്ട്. ചില ഒരു സ്ത്രീ വന്നിരുന്നിട്ട്, ഏതൊരു ബീവി വന്നിരുന്ന്, മുസ്ലിമുകൾ ശക്തിയുള്ളവരാണ്, അടിച്ച് പൊളിക്കും, ഞങ്ങൾ തകർക്കും. ഒരെണ്ണിറങ്ങണില്ലോ. ഗുജറാത്തിൽ കാണിച്ച, കാശ്മീരിൽ കാണിച്ച, കേരളത്തിൽ നടക്കുന്നത് ഈ കോൺഗ്രസ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഒറ്റയടിക്ക് തീരുവീസരി പരിപാടി തന്നെയല്ല. നേതാക്കന്മാരലകും. അതായത് ഇപ്പൊ മോഡി ആണെങ്കിലും നെത്തിന്യാഹു ആണെങ്കിലും നേതാക്കന്മാരെ അങ്ങോട്ട് എടുത്തിട്ട് അലകും. നമുക്ക് കണ്ടതാണ് October 3, 2023 ആ ഒരു അടി, ഹമാസിന്റെ അടി.
അതോടുകൂടി അടിച്ചതൊന്നും സാധാരണ ജനങ്ങൾ ഒരു ലക്ഷത്തിന് എടുത്ത് 1500 പോയതിന് 1 ലക്ഷത്തിന് നെത്തന്യാഹു വരിന്ന് എടുത്ത് കളഞ്ഞു. അവരുടെ കുഴികളിൽ നിന്നുള്ള തീവ്രവാദികളെ, ഹമാസിനെയും ഒക്കെ ഇതിനും. ഒപ്പം തന്നെ ഗുജറാത്തിൽ സംഭവിച്ച പോലെ ഒരെണ്ണം അങ്ങോട്ട് കൊടുത്താൽ മിണ്ടില്ല. അത് കഴിഞ്ഞ് പോണത് ആയിരിക്കുക? ഇബ്രാഹിം റൈസി, സിൻവാർ, ഇസ്മയിൽ ഹനിയ, ഇതൊക്കെ തലപ്പത്തുള്ളവരെടുത്ത് കളഞ്ഞു കഴിഞ്ഞാലല്ലോ ഒരുത്തനും അനങ്ങില്ല. ആ ഒരു പണി അങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോ ഞാൻ സതീശന് ഇപ്പോഴും വീണ്ടും പറയണ, സതീശൻ നല്ലൊരു വ്യക്തിത്വമാണ്, അദ്ദേഹത്തെ അല്ല പറയുന്നത്. ഞാൻ പറയുന്നത് ഇവരിപ്പോ ഈ കോൺഗ്രസ്സുകാരുടെ ഭാഷയുണ്ടല്ലോ, ലീഗ് ഇല്ലായിരുന്നുവെങ്കിൽ ഇവനാണെങ്കിൽ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ മൻമോഹൻ സിംഗോ നല്ലൊരു ഇതാട്ടെ, ഇന്ത്യയുടെ ഭാവി തീരുമാനിച്ച പ്രധാനമന്ത്രിയാണ്. 91 ധനമന്ത്രി. ഞാൻ അദ്ദേഹത്തിന് ഇവരാരും ഞാൻ വ്യക്തിപരമായിട്ട് പറയണമെങ്കിൽ തന്നെ രാഹുൽ ഗാന്ധിക്ക് യാതൊരു അർഹതയില്ല അവിടെ വരാൻ. കുടുംബത്തിന്റെ ആധിപത്യം മാത്രമാണ്. ഞാൻ ഇതൊക്കെ വിളിച്ചു പറയുന്നതുകൊണ്ട് ഞാനൊരു വിദ്വേഷ പ്രസംഗം ആവണം. ഞാൻ രാഷ്ട്രീയ പറയണേ, പക്ക രാഷ്ട്രീയം, പക്ക നടക്കുന്ന സത്യം വിളിച്ചു പറയണേ. ലീഗില്ലായിരുന്നു ഒരു കോപ്പില്ല, ഒറ്റയടിക്ക് അവിടെ നിൽക്കും, ഗുജറാത്ത് പോലെ ശാന്തവും. ഇന്ന് ഇപ്പൊ ലീഗ് ഉണ്ടല്ലോ. ഇപ്പൊ ഇവിടെ ഇവര് എത്ര ആൾക്കാരെ ഈ ഇസ്ലാമിക് തീവ്രവാദം എടുത്തു കളഞ്ഞാനെ. ആരിഫ് ഹുസൈൻമാരും ജാമിദ ടീച്ചർമാർക്കൊക്കെ നിൽക്കാനായിട്ടുള്ള കെൽപ്പുള്ളത് അങ്ങ് ഡൽഹിയിൽ ഒരു ആണൊരുത്തിന് നിവർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ്. ഞാനിപ്പോ അദ്ദേഹത്തിന് അങ്ങനെ ഇത് ചെയ്ത് പറയാം, മോഡിനെ സൂപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. അങ്ങനെ ഒരാളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം ലീഗൊന്നും വേണ്ട. ആ പ്രശ്നം ഇതിപ്പോ ഇവിടെ ഇനി ഞാൻ അതിന്റെ വേറൊരു ചരിത്രത്തിലേക്ക് കിടക്കാം. ആന്റണി മാറാട് സംഭവം. അയാൾ പറഞ്ഞു ന്യൂനപക്ഷങ്ങള് വില പേശി എൻ്റെ ചെയ്തു വാങ്ങണ്. കാരണം ഇത് മാറാടില് ലീഗാ ചെയ്തത്. മാറാട് കലാപത്തിന്റെ ഉത്തരവാദി ലീഗാണ്. അവിടെ നിന്ന് തേച്ചു മാച്ച് എങ്ങനെ ഇപ്പൊ BJP അത് കേസ് കൊണ്ടുവരുന്നില്ല എന്നുള്ളത് എനിക്കൊരു ഇതേ വിഷയമാണ്. പക്ഷെ മാറാട് കേസിൽ ഇന്ന് ഇങ്ങനെ നടക്കണ ലീഗുകാർ കുറെ പ്രതികളാണ്. MP-മാരും രാജ്യസഭ MP-മാരൊക്കെ പ്രതികളാണ് മാറാട് കേസിൽ. അന്ന് ഇത് ഇനിയിപ്പോ ചരിത്രത്തിൽ നിന്ന് നോക്കണമെങ്കിൽ നമ്മൾ ടിപ്പു സുൽത്താൻ വന്ന കാലം തൊട്ട് പറയാം, അതല്ലെങ്കിൽ 1921 മലബാർ കലാപം പറയാം. ഇതിലൊക്കെ ഇവർക്കൊന്നും പാർട്ടി മതം ഇതൊക്കെ അന്നത്തേക്ക് വേണ്ടിയുള്ള ഇത് മാത്രം. അവരെ സംഘടിച്ച് കൊല്ലുക, യുദ്ധം ചെയ്യുക, മറ്റു മതക്കാരെ കൊല്ലുക എന്നുള്ളതാണ്. അപ്പൊ ലീഗ് ഇല്ലായിരുന്നുവെങ്കിൽ ലീഗ് തടഞ്ഞു നിർത്തി എന്ന് പറയുന്നത്, നമ്മളെയൊക്കെ തടഞ്ഞു നിർത്തി. ഏത് മുസ്ലിം സംഘടനകളുടെ തീവ്രവാദത്തെ മുസ്ലിം ലീഗ് തടഞ്ഞു നിർത്തി എന്നാണ് ഇവര് പറയുന്നത്. ഇവരൊക്കെ ഒറ്റക്കെട്ടാണ് ഈ വക പരിപാടിയിൽ, മറ്റുള്ളവരെ കൊല്ലുന്നതിലും ഇല്ലാണ്ടാക്കുന്നതിലൊക്കെ ഒറ്റക്കെട്ടാണ്. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ ഈ ആരിഫ് ഹുസൈൻമാരും ജാമിദ ടീച്ചർമാരും ഒക്കെ വരുമ്പോ ഇവരെ വിമുക്തരായിട്ട് എടുക്കാണ്. ഏത് ഈ ജനങ്ങളെ ഇതിൽ നിന്നും, ഈ അന്ധകാര ശക്തിയിൽ നിന്നും മോചിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ കർത്തവ്യം. അതിന് മോഡിക്ക് ഇരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കണേ. ഇനി കുറച്ചാളും കൂടി മോഡിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിന്റെ കാര്യങ്ങളുടെ കെടുപ്പ് കുറെ മാറും. അപ്പൊ ലീഗിന്റെ ഒന്നും ആവശ്യമില്ല ശാന്തമാക്കാനായിട്ട്. ഈ നമ്മുടെ VD സതീശൻ വലിയൊരു അഗ്നിപരീക്ഷ കൂടെ തന്നെ കടന്നു പോകേണ്ടി വരും. ഞാൻ ഉറപ്പിച്ച് പറയുന്നത് അത് പാർട്ടിക്ക് ഉള്ളിൽ നിന്നുള്ള അഗ്നിപരീക്ഷയും സ്ഥാനമോഹികളും ഒക്കെയുള്ള ആ ഒരു അഗ്നിപരീക്ഷയോടെ VD സതീശൻ വ്യക്തമായിട്ടും കടന്നു പോകേണ്ടി വരും. ഈ പ്രശ്നങ്ങളൊക്കെ VD സതീശനെ കസേര വാരി വലിച്ചെറിയാനായിട്ടുള്ള അവസരങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇവിടെ വേറെ പ്രശ്നങ്ങൾ ഇപ്പൊ പറയണ 3 മാസത്തിനുള്ളിൽ കണ്ടമാനം അത് പാണക്കാട് വരെ വന്ന് നിൽക്കും. ഡൽഹിയിൽ നിന്ന് ആൾക്കാർ, ഉദ്യോഗസ്ഥർ പാണക്കാട് വരെ വന്ന് നിൽക്കും, ഉറപ്പിച്ചോ. അതിന് അത് VD സതീശന്റെ പരീക്ഷണ കാലഘട്ടമായിരിക്കും. പക്ഷെ ഇതിൽ വേറൊരു കാര്യം കൂടി പറയാം. ഉമ്മൻചാണ്ടി ലീഗിനെ താങ്ങിപ്പിടിച്ച് ഹൈദരാലി തങ്ങളായിരുന്നു. 5ാം മന്ത്രി വിഷയമൊക്കെ നിങ്ങൾക്കറിയാം. അന്ന് തോളി കൈകിട്ടവന്മാരുടെ ഇമെയിലും ഫോണാണ് ഉമ്മൻചാണ്ടി ചോർത്തിയത്. അത് ബിജു സലീം എന്ന് പറഞ്ഞ ഒരു കേരള പോലീസ് രഹസ്യാന്വേഷണം. ഞാൻ ഇത് വീണ്ടും പറയുന്നത് മലയാളി ജനങ്ങൾക്ക് ഇത് അറിയാൻ വേണ്ടിയിട്ടാ. ബിജു സലീം എന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇത് പുറത്തു കൊണ്ടുവന്നത്. 267 ആൾക്കാരുടെ ഫോണും ഇമെയിലും ചോർത്തിയത് ഒക്കെ മുസ്ലിം ലീഗിലെയാ. അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ ഈ കോൺഗ്രസ്സുകാർക്ക്? അതിനെപ്പറ്റി എന്തെങ്കിലും പറയണം നിങ്ങൾ. ഈ ചോർത്തിയ ഫോണും ഇമെയിലും ഒക്കെ ഈ പറഞ്ഞ തികഞ്ഞ മുസ്ലിം ലീഗുകാരെയാ. എന്തിനാ ചോർത്തിയെ? കൂടെ തോളിൽ കൈയിട്ട് നടക്കുന്ന മുസ്ലിം ലീഗിനെ ഒട്ടും ഉമ്മൻചാണ്ടിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അച്യുതാനന്ദന് വിശ്വാസം ഉണ്ടായിരുന്നില്ല. ലവ് ജിഹാദ് എന്ന് അദ്ദേഹം പറഞ്ഞത് ഇവ പോപ്പുലർ ഫ്രണ്ടിന്റെ പരിപാടികളെ. ഈ ഉമ്മൻചാണ്ടിക്ക്, ആന്റണിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഭരിച്ച ഇടതിനും വലതിനും മുഖ്യമന്ത്രി പിണറായി പിന്നെ പറയാണ്ട്, പിണറായി എടുത്തിട്ട് അടിക്കും. അപ്പൊ ഇവർക്കൊക്കെ ആ കുറച്ച് വോട്ടിന്റെ മാറ്റങ്ങളിൽ കുറെ മണ്ഡലങ്ങൾ മാറിപ്പോയി അധികാരം പോകുമെന്നുള്ള ഒരു ഇതുകൊണ്ട് മാത്രമാണ് ഇവനൊക്കെ താങ്ങി നടന്നത്. അതാണ് അതിന്റെ വാസ്തവം എന്ന് പറയുന്നത്. അപ്പൊ
ലീഗില്ലെങ്കിൽ ഒന്നും നടക്കില്ല. ലീഗിനുള്ള മരുന്ന് അങ്ങ് ഡൽഹിയിലിരിക്കണം, കൊടുത്ത് അവിടെ നിൽക്കും, ഒറ്റയടിക്ക് നിൽക്കും. കാരണം നേതാക്കന്മാരെടുത്ത് കളയണേ. നേതാക്കന്മാരെടുത്ത് കളയുമ്പോൾ പിന്നെ വെട്ടാനും കുത്താനും നിർത്തിനും പോണ്ട, വേണ്ട, പോയാൽ 60 എടുത്താൽ 2500 ഇന്ത്യയിലെ കണക്ക്. ഇപ്പം നെത്തിന്യാഹുവിന് 1500 പോയി 1,00,000. ആ കണക്കിൽ അങ്ങോട്ട് ചെല്ലുമ്പോണ്ടല്ലോ വേണ്ട, പരിപാടിക്ക് നിൽക്കണ്ടെന്ന്. ഇവരെ ഭീരുക്കളാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ സാധാരണക്കാരാണ്, ഗ്രാമീണ അന്തരീക്ഷമാണ് കേരളത്തിൽ. ഒരു നിഷ്കളങ്കരായ ജനസമൂഹം, മതേതരത്വം എന്നൊക്കെ പറഞ്ഞ് അവർ ആ സ്നേഹത്തിന്റെ പേരിൽ ജനങ്ങളെ അല്ലാട്ടോ ഞാൻ പറയണേ. ഇത് മുസ്ലിം സഹോദരങ്ങളെ എതിർത്തല്ല ഞാൻ പറയണേ. മുസ്ലിം അവർ ആ തെറ്റിദ്ധാരണയിൽ പെട്ട് അവരെ കൊണ്ടു നടന്ന് ഇത് സമാധാനത്തിന്റെ മതാന്നും പറഞ്ഞ് കൊണ്ടു നടക്കുന്നതിന്റെ പ്രശ്നം മാത്രമാണ്. ഇതിനൊക്കെ മറുപടി ഉണ്ട്. ലീഗില്ലെങ്കിൽ ഒന്നുമില്ല. ലീഗ് കള്ളന്മാരാണ്. ലീഗിലുള്ളത് വർഗീയവാദികളാണ്. മറ്റുള്ളവരെ മതേതരത്വം പഠിപ്പിച്ചിട്ട് ലീഗ് ഇത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ലീഗില്ല ഇങ്ങനെ ഒന്നുമില്ല എന്ന് അത് ഞാൻ ഉറപ്പിച്ച് പറയണു. ഉമ്മൻചാണ്ടി ചെയ്തേക്കാളും കൂടുതൽ സതീശൻ ചെയ്യും. സതീശന് എനിക്ക് അത്രയും വിശ്വാസം. VD സതീശൻ എന്ന നേതാവ് ധീരതയോടെ നയിച്ചോളൂ. അത് താങ്കൾ തന്നെയാണ് ഇതിന് അർഹതപ്പെട്ടത്. താങ്കൾ സൗമ്യനും നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്. പക്ഷെ ഇസ്ലാം എന്ന ആ ഒരു ഇത് നമ്മുടെ മേലെ മുറുകെ പിടിക്കാതിരിക്കാൻ വേണ്ടി താങ്കൾ ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം. ഉമ്മൻചാണ്ടി ചെയ്തിട്ടുണ്ട്, ആന്റണി ചെയ്തിട്ടുണ്ട്, അച്യുതാനന്ദൻ ചെയ്തിട്ടുണ്ട്, VD സതീശനും അത് തന്നെ ചെയ്യും.